ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതിയ എപ്പിസോഡില് പ്രിയങ്ക പുടവ് ചേഞ്ച് ചെയ്തോ എന്ന് ചോദിച്ച് കൽപ്പനയും അമ്മയും കൂടെ വരികയാണേ. അവര് നേരെ റൂമിലേക്ക് വന്ന് കയറും. അപ്പോഴേക്കും യശോദാമ്മ വന്ന് ആ മുഖം മറയ്ക്കുന്നുണ്ട്. മുത്തശ്ശിയും വേഗം ഓടി വരും. അങ്ങനെ കൽപ്പനയ്ക്കും ഇങ്ങനെ മുഖം മറയ്ക്കുന്ന ആചാരം ഉണ്ടെന്ന് നിങ്ങൾ എന്താ നേരത്തെ പറയാണ്ടിരുന്നേ? മുത്തശ്ശിക്ക് പറയാൻ പറ്റണില്ല. യശോദാമ്മ പറയും അതെല്ലാവർക്കും അറിവുണ്ടാവുമെന്ന് കരുതി. കൽപ്പന പറയും ആളുകളുടെ ചോദ്യം കേട്ട് മടുത്തു, എന്തായാലും ഇനിയിപ്പോ അത് മാറ്റാൻ നോക്ക്. അവരാകെ പേടിക്കും. അപ്പൊ വരുണിന്റെ അമ്മ പറയും താലികെട്ട് കഴിഞ്ഞത് മുതലേ പെണ്ണിനെ ഞങ്ങൾക്ക് വിട്ടു തരേണ്ടതാ കേട്ടോ, ഇനി ഞങ്ങള് പുടവ മാറ്റിച്ചോളാം. അപ്പോഴേക്കും മുത്തശ്ശി പറയും അതൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞാ മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ, ഊണ് കഴിഞ്ഞാ കൊണ്ടുപോകണം. അവിടെ വന്ന് കയറേണ്ട മുഹൂർത്തം കുറച്ച് നേരത്തെയാണ്. മുത്തശ്ശി ആവാം. അങ്ങനെ അവര് ശരിയെന്ന് പറഞ്ഞിട്ട് കൽപ്പനനെ കൂട്ടി അവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞാല് യശോദാമ്മ പിന്നാലെ പോയി അവര് പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡോർ ലോക്ക് ചെയ്യണേ. അപ്പോ രാധിക മുഖത്തുള്ള ആ തുണി മാറ്റും. മുത്തശ്ശിക്ക് അപ്പോഴും ദേഷ്യം തന്നെയാ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വന്നിട്ട് വെക്കും എന്താ അമ്മയുടെ ഉദ്ദേശം? ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? പുടവ മാറ്റിയിട്ട് വീണ്ടും ഈ മുഖം മറയ്ക്കാനാണോ? മുത്തശ്ശി മിണ്ടാതെ നിൽക്കുമ്പോ അമ്മേ ചോദിച്ചു കേട്ടില്ലേ, വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുതേ, എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്കേ എന്ന് പറഞ്ഞതിന് ശേഷം രാധികനെ ഇങ്ങനെ ദേഷ്യത്തിൽ അപ്പോഴും നോക്കുന്നത്. രാധികയാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ചിങ്ങനെ നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയ ഇപ്പോ ആ പ്രൊഡ്യൂസറുടെ റൂമിലാണല്ലോ. പ്രൊഡ്യൂസർ ഫോണിൽ ഇങ്ങനെ കളിക്കുക. പ്രിയനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ ഫോണിലും നോക്കി ഇങ്ങനെ ഒന്നും പറയാണ്ടിരിക്കുക. പ്രിയക്ക് ആകെ ഒരു സംശയം, സാർ ഒന്നും പറഞ്ഞില്ല. അതേക്കുമ്പോ അയാളെ ഫോൺ അവിടെ മാറ്റിവെച്ച് കട്ടിൽ നിന്ന് ഇറങ്ങി ആ റൂമിന്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യും. പ്രിയ അങ്ങ് പേടിച്ചു. പ്രിയ അവിടുന്ന് ഓടി പോവാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പറയും മോളെ പ്രിയങ്കേ, ചവിട്ടി കയറാനേ ഒരു ഉറച്ച ചുമരുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും. ആ കാര്യത്തിൽ പ്രിയങ്ക മോള് ലക്കിയാണ്. നിനക്ക് ചവിട്ടി കയറാൻ എന്റെ ചുമലുണ്ട്. സിനിമ സാമ്രാജ്യത്തിലെ ഒരു മഹാറാണിയായിട്ട് നിനക്ക് വിലസ്. പ്രിയങ്ക പറയും സാർ എനിക്ക് പോണം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ പ്രിയങ്കനെ പിടിച്ചു വെക്കും. എന്നിട്ട് പറയും പ്രിയങ്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും പ്രിയങ്ക പറയും തൊട്ടു അവര് തന്നെ. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ മോഹം ഉണ്ടെന്ന് കരുതി നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് എനിക്കൊന്നും ആവണ്ട, എനിക്ക് പോണം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ അയാൾ വീണ്ടും പിടിച്ചു വെക്കും. നിക്ക്, അങ്ങനെ പോവാതെ മോളെ, ഈ അടഞ്ഞ വാതിൽ എപ്പ തുറക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് എന്ന് പറഞ്ഞ് വീണ്ടും കൈ പിടിച്ചു വെക്കുമ്പോഴും പ്രിയ പറയും നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. അയാൾ പറയും നീ ഇവിടുന്ന് പോവില്ല, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. പ്രിയ പറയും മാന്യമായൊരു സംരംഭമാണെന്ന് കരുതിയാ ഞാൻ വന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം നാട്ടുകാരോടും പോലീസുകാരോടും ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലും, മാറവിടുന്ന് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ നിക്കടി എവിടെ എന്ന് പറഞ്ഞ് പ്രിയനെ അയാള് ബലമായി പിടിച്ചു വെക്കാണ്. എവിടെയാ നീ പോന്നേ എന്ന് പറഞ്ഞ് പ്രിയനെ പിടിച്ച് കട്ടിലേക്ക് ഉന്താണ്. പ്രിയ ആകെ പേടിക്കും. പ്രിയ ബാക്കോട്ട് പോയി അപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുക. ഇയാള് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരും. പ്രിയങ്ക ആകെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ബാക്കടിച്ചു പോകുന്ന സമയത്ത് ആ ചെയറിൽ തട്ടി വീഴാൻ പോകുന്ന പ്രിയങ്കയുടെ കൈ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വൈസിൽ തടയാണ്. അപ്പൊ തന്നെ അതെടുത്ത് പിടിക്കാൻ വന്ന ആ പ്രൊഡ്യൂസറുടെ തലമുണ്ടക്കിട്ടൊന്ന് കൊടുത്ത് പ്രിയ അവിടെ നിന്ന് ഓടിപ്പോവും. നിക്കടി എന്ന് പറയുന്നുണ്ടെങ്കിലും വേദന കൊണ്ട് പ്രിയനെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും പുറത്തിറങ്ങുമ്പോ ഡയറക്ടറും കൺട്രോളറും അവിടെ ഉണ്ട്. എന്തു പറ്റി പ്രിയങ്ക എന്ന് നോക്കുമ്പോ പ്രിയങ്ക അവർക്കൊന്നും മുഖം കൊടുക്കാതെ ഓടിപ്പോവാണേ. അകത്ത് ചെന്ന് നോക്കുമ്പോഴായിരിക്കും കാര്യം മനസ്സിലാവുന്നത്. അപ്പോഴും അങ്ങേര് പറയുന്നത് പ്രിയനെ പിടിക്കുന്ന അത് കേൾക്കുന്ന ഡയറക്ടറും മറ്റേയാളും കൂടെ അവിടുന്ന് പ്രിയങ്കയുടെ പിന്നാലെ ഓടി പോവാണ് പ്രിയങ്കനെ പിടിക്കാനായിട്ട്. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് ശരത്ത് ഒരു കാറില് നല്ല എക്സിക്യൂട്ടീവ് ലുക്കില് അങ്ങോട്ട് വരികയാണ്. അപ്പോഴേക്കും മറ്റേ കൺട്രോളർ അങ്ങോട്ട് ഓടി വന്ന് സ്വീകരിക്കണേ. പ്രിയനെ വിളിച്ചില്ലേ, പുതിയ സിനിമയ്ക്കുള്ള അഡ്വാൻസ് കൊടുത്തില്ലേ എന്ന് നോക്കുമ്പോ അയാൾ അതൊക്കെ ഇന്നലെ കൊടുത്തു. അങ്ങനെ ശരത്തും അയാളും കൂടെ അവിടെ നിൽക്കുമ്പോഴേക്കും മീഡിയക്കാർ അവരുടെ ചുറ്റിലേക്കും വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കണേ. ഫിലിം ഇൻഡസ്ട്രിയിലെ വിലമതിക്കുന്ന പേരാണ് ഇന്ന് പ്രൊഡ്യൂസർ ശരത്. സാറിന്റെ സക്സസിന് മുന്നില് എന്താണെന്ന് പറയാമോ? ശരത് പറയും എന്റെ കഠിനാധ്വാനം പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, അതുകൊണ്ട് കിട്ടാനുള്ളത് എനിക്ക് കൃത്യസമയത്ത് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പ്രിയ ഓടി വരുന്നത്. ശരത് ഇങ്ങനെ കണ്ണടച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ടാണ് സ്വപ്നം കാണുന്നത്. പ്രിയ വന്ന് കാരണം നോക്കിയൊന്നും അങ്ങ് പൊട്ടിക്കും. ശരത്ത് ചാടി എഴുന്നേൽക്കുക. താൻ എന്തേ കാണിച്ചത്? പ്രിയയ്ക്കും നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ ഇങ്ങനെയുള്ള വൃത്തികേടൊക്കെ നടക്കുന്നത്? ശരത്തേക്കും എന്ത് വൃത്തികേട്? പ്രിയറിയും പ്രൊഡ്യൂസർ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? പ്രതിഫലം സംസാരിക്കാനല്ല, അയാൾക്ക് വഴങ്ങി കൊടുക്കാനാ. ശരത്തും അങ്ങ് ഞെട്ടിപ്പോവും. അയ്യോ പ്രിയങ്ക, എനിക്കൊന്നും അറിയില്ലായിരുന്നു. സത്യം. പ്രിയ പറയും ആ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഫ്രോഡായിരുന്നു. അയാളുടെ കയ്യിൽ സിനിമ പിടിക്കാൻ പണമൊന്നുമില്ല. വിളിച്ചു വരുത്തുന്നവരോട്
ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ചോദിച്ചോണ്ടിരിക്കുക. എന്നോടും ചോദിച്ചു 20 ലക്ഷം രൂപ. ശരത് പറയും ആഹാ എന്നാ പിന്നെ അവന്മാരോട് ചോദിക്കണല്ലോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ പ്രിയ പറയും ഞാൻ അയാളുടെ തല തല്ലി തകർത്തിട്ടാ വന്നത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ വാ എന്ന് പറഞ്ഞ് ശരത്തിന്റെ കൈയും പിടിച്ച് പ്രിയങ്ക അവിടുന്ന് ഓടുക. പ്രിയങ്ക അവന്മാരൊന്നും ചെയ്യില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രിയ വേഗം വണ്ടി കയറി വണ്ടി എടുക്ക് എന്ന് പറയാ. അങ്ങനെ അവർ വണ്ടി കയറി പോകും. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് സമാധാനമായി ഇരുന്നതിന് ശേഷം ഫോൺ എടുത്ത് സോനേനെ വിളിക്കണേ. അവിടെ കാര്യങ്ങൾ എന്തായി? സോന പറയും ഈ നേരം വരെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണ് വിളിച്ചു ചോദിക്കുന്നത്? ഇവിടെ വിവാഹം കഴിഞ്ഞു. പ്രിയ അങ്ങ് ഞെട്ടും. എങ്ങനെ? വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടി. പ്രിയ ഒന്നുകൂടെ ഞെട്ടാ. സോന പറയും മണവാട്ടിയെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, പുതിയ കല്യാണത്തിന്റെ ആചാരാണെന്ന് പറഞ്ഞ് മുഖം മറച്ചിട്ടാ ഞങ്ങൾ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോയത്. നീ എന്ത് ചെയ്യാ? പ്രിയ പറയും ആ സിനിമാക്കാരെന്നെ പറ്റിച്ചു, അവരാരും ജെനുവിൻ പ്രൊഡ്യൂസേഴ്സ് ഒന്നുമല്ല, അതിന് നടക്കില്ല. സോനയ്ക്കും നീ എന്ത് മണ്ടത്ര കാണിച്ച്? വരുണിന്റെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോഴാ അയാളുടെ ആസ്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. എടി അവരെത്ര വലിയ കോടീശ്വരന്മാരാണെന്ന് അറിയോ? വരുണിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലേ നിന്റെ ആഗ്രഹം തീർക്കാൻ വരുൺ തന്നെ നിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന പ്രിയ ആകെ ഞെട്ടും, കണ്ണ് തള്ളിയിരിക്കുക. അപ്പോഴേക്കും ജാനി പറയും ആ ഫോണിങ്ങതാ എന്ന് പറഞ്ഞു വാങ്ങിച്ച് പ്രിയോട് സംസാരിക്കാണ്. വരുണിന്റെ കൂടെയാണ് നിന്റെ ജീവിതമെങ്കിലേ വരുണിനെ കൊണ്ട് ഏത് ഇൻഡസ്ട്രിയിലും വരുണിനെ കൊണ്ട് നിനക്ക് എത്ര പണം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വളരായിരുന്നു. വെറുതെ അയാളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയായിരുന്നു. പ്രിയക്ക് ഇപ്പൊ വിഷമം തോന്നുന്നുണ്ട്. ഷോ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നീ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ നോക്ക്. ഇതുവരെ ആരും രാധികയെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പ്രിയെ മുത്തശ്ശി വന്നിട്ടുണ്ട്, നീ മുത്തശ്ശിയോട് സംസാരിക്കേ എന്ന് പറഞ്ഞ് ഫോൺ കോൾ അങ്ങോട്ട് കൊടുക്കും. മുത്തശ്ശി വരും തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ പ്രവൃത്തി കാരണം എന്താ സംഭവിച്ചെന്ന് അറിയാം നിനക്ക്? ഊരും പേരും ഇല്ലാത്ത അവളുടെ കഴുത്തില് കണിമംഗലത്ത് പയ്യന്റെ താലി വീണു. പ്രിയ പറയും എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി, വിവാഹം ഇഷ്ടമല്ലാത്തോണ്ടൊന്നുമല്ല ഞാൻ പോയത്. അവരോട് വാക്കു പറഞ്ഞിട്ട് പൂജയ്ക്ക് ചെന്നില്ലെങ്കിൽ ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു പറഞ്ഞു. ആളുകളെ കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നു പറഞ്ഞു. പിന്നെ അവിടെ വന്ന് അമ്മേനെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ അപമാനിക്കുന്നു പറഞ്ഞു. അതൊക്കെ ഓർത്തിട്ട് ചെയ്തു പോയതാ. ഇതൊക്കെ കേൾക്കുന്ന മുത്തശ്ശി ആകെ ഞെട്ടും. ഇനി എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങോട്ട് വരാൻ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ പ്രിയ പറയും എനിക്ക് മുത്തശ്ശിയെ വിശ്വാസാ, ദൈവത്തെക്കാളും വിശ്വാസാ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇപ്പൊ തന്നെ വരാം. അങ്ങനെ പ്രിയ വയ്ക്കും ശരത്തിന്റെ അടുത്ത് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എവിടെടാ? അങ്ങനെ ശരത്ത് അത് ബാക്കിൽ നിന്ന് എടുത്തു കൊടുക്കാം. അതേസമയം ഓഡിറ്റോറിയത്തിലെ മുത്തശ്ശി പറയും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഇനി ഒരാളെ പോലും ഈ മുറിയിലേക്ക് കടത്തി വിടരുത്. മുത്തശ്ശി എന്ത് ചെയ്യാൻ പോവാ? മുത്തശ്ശി പറയും ഞാൻ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഒരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി പോവാ. അങ്ങനെ അല്പസമയം കഴിയുമ്പോഴേക്കും ശരത്ത് പ്രിയനെ അങ്ങോട്ട് എത്തിക്കും. ശരത്ത് പറയും ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല, എന്നെ ആരെങ്കിലും കണ്ട പ്രശ്നമാ. പ്രിയ പറയും ഓക്കെ. അങ്ങനെ ശരത്ത് പറയും നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ, ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞ് കാറിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം പ്രിയ ഫോൺ എടുത്ത് സോനേനെ വിളിക്കും. സോനയ്ക്കും എത്തിയോ? ദാ ഞാൻ മണ്ഡപത്തിന്റെ പുറകിലുള്ള കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. സോന പറയും ഇനി ഒന്നും നോക്കണ്ട, ആരുടെയും കണ്ണിൽ പെടാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് വാ, ബാക്കിയെല്ലാം മുത്തശ്ശി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് പ്രിയ കാറിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങണേ. അങ്ങനെ മണ്ഡപത്തിന്റെ അകത്ത് കയറുമ്പോണ്ടാവും അവിടെ വരുണിന്റെ അമ്മ. പ്രിയ അങ്ങ് ഞെട്ടി നിൽക്കണേ, മുഖം മറച്ചിട്ടുണ്ട്, കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. വരുണിന്റെ അമ്മ പ്രിയനെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും പ്രിയ വേഗം ഫോണ് ചെവിയിൽ വെച്ച് അവിടെ തന്നെ നിൽക്കണേ. അവര് പോവാണ്ടേ പ്രിയക്ക് അവിടുന്ന് പോവാൻ പറ്റില്ല. അങ്ങനെ അമ്മ ആരോടൊക്കെ സംസാരിക്കണേ. അത് കഴിഞ്ഞ് അവര് പോകുമ്പോ പ്രിയയും അവിടുന്ന് പോവാം. ഇതേ സമയം കൽപ്പന ആകെ വിഷമത്തിലാ. ഇനിയിപ്പോ എല്ലാവരുടെയും മുന്നില് മുഖം മുഷിപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് ഇനി സന്തോഷമായിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ. ആ വീട്ടിനകത്ത് അവളെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഉർവശിവരും നീ വാ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാ. ഇതേ സമയം പ്രിയ വേഗം ഓടി വരുന്നത് ഇവരുടെ മുന്നിലേക്കായിരിക്കും. ഇവരെ കാണുന്നതും പ്രിയ അങ്ങ് ഞെട്ടി നിൽക്കും. അവരിങ്ങനെ പ്രിയനെ നോക്കുക, പക്ഷെ മുഖം മറച്ചതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. പ്രിയ വേഗം തിരിഞ്ഞു നിൽക്കും. അങ്ങനെ തിരിഞ്ഞങ്ങ് പോകാൻ തുടങ്ങുമ്പോ എക്സ്ക്യൂസ് മീ എന്ന് വിളിച്ചിട്ട് കൽപ്പനയും ഉർവശിയും പ്രിയയുടെ അടുത്തേക്ക് വരിക. പ്രിയ ആകെ പേടിക്കും. അങ്ങനെ അവര് വന്നിട്ടേക്കും ലേഡീസ് വാഷ്റൂം എവിടെയാ? അപ്പൊ പ്രിയ അവിടെയൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവരവിടുന്ന് പോയാ പ്രിയ വീണ്ടും റൂമിലേക്ക് ഓടുക. അങ്ങനെ അവിടുന്ന് പ്രിയ ഓടി നേരെ എത്തുന്നത് അച്ഛന്റെ മുന്നിലേക്ക് തന്നെ ആയിരിക്കും. ദേവനാരായണൻ തിരുമേനി ആരോടോ സംസാരിച്ച് വരുന്നുണ്ടാവും. അച്ഛനെ കാണുമ്പോ പ്രിയ ഒന്നുകൂടെ ഞെട്ടണേ. പക്ഷെ അച്ഛൻ സംസാരിച്ച് വരുന്നത് കാരണം ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ പ്രിയ അവിടെ താഴെ ഇരുന്നിട്ട് കാലിലെ ചെരുപ്പൊക്കെ ശരിയാക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കണേ. അച്ഛനൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവരങ്ങ് നടന്നു പോകും. അങ്ങനെ ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ട് പ്രിയ നേരെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തും. പ്രിയനെ കാണുമ്പോ അവർക്ക് സന്തോഷാവും. ആരുടെയും കണ്ണുപെടാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. സോനോറിയും എത്ര നേരിട്ട് കാത്തു, ശരി വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാം. അവിടെയാണെങ്കിൽ രാധികയും മുത്തശ്ശിയും അമ്മയും ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇരിക്കണേ. എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെയാ യശോദാമ്മ ഇരിക്കുന്നത്. രാധികയാണെങ്കിൽ ഇപ്പോഴും ആ മരവിപ്പ് മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കണേ. വരുൺ താലി കിട്ടിയതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പ്രിയ അകത്തേക്ക് കയറി വരുന്നത്. പ്രിയേനെ കാണുന്നതും എല്ലാരും ഞെട്ടും.
അമ്മയുടെ മുഖത്താണെങ്കിൽ പ്രിയോടുള്ള ദേഷ്യം നന്നായിട്ടുണ്ട്. രാധികയാണെങ്കിൽ പ്രിയനെ നോക്കുമ്പോ പ്രിയ രാധികനെ ഇപ്പോ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി മുത്തശ്ശി മിക്കവാറും ആ താലി പ്രിയങ്കയ്ക്ക് ഊരി കൊടുക്കാൻ രാധികയോട് ആവശ്യപ്പെടായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്